Star Jam with RJ Subbu. ഇന്ന് ക്ലബ് FM-ലെ സ്റ്റാർ ജാമിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന സ്റ്റാറിന്റെ കയ്യിൽ കുറെ മധുര നാരങ്ങയുണ്ട്, നല്ലൊരു ഫുട്ബോൾ ഉണ്ട്. ഈ മധുര നാരങ്ങ എല്ലാ മലയാളികളും രുചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫുട്ബോൾ കളി എല്ലാ മലയാളികളും കണ്ടുകൊണ്ടിരിക്കുന്നു. മധുര നാരങ്ങയിലെയും KL10-ലെയും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ചെറിയ വലിയ നടൻ എൻ്റെ കൂടെ. അദ്ദേഹത്തിന്റെ പേര് നീരജ് മാധവ്. ഹായ്, സ്വാഗതം നീരജ് ക്ലബ് FM-ലേക്ക്, സ്റ്റാർ ജാമിലേക്ക്. താങ്ക് യു സുബു. ദൃശ്യത്തില് മോഹൻലാലിന്റെ ശിങ്കിടി, സപ്തമശ്രീയിലെ പൃഥ്വിരാജിന്റെ കൂടെയുള്ള കള്ളൻ, മൊത്തത്തിൽ താങ്കൾ മലയാളത്തിലെ സൂപ്പർ താരങ്ങളെ കറക്കിയെടുത്തിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഒരു സൂര്യനും അവരെല്ലാം താങ്കൾക്ക് ചുറ്റുന്ന ഗ്രഹങ്ങളും കേൾക്കട്ടെ. കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ബോധപൂർവ്വം എടുക്കാതെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരം സിനിമകളുടെ ഭാഗമാവാൻ പറ്റിയത് അങ്ങനെയാണ്. അപ്പം ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലേക്ക് ഞാൻ എത്തുന്നു ജീത്തു ജോസഫിന്റെ മെമ്മറീസിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടാണ്. അതിനുശേഷം പിന്നെ സപ്തമശ്രീയിലേക്ക് വിളിച്ചു. അത് എന്റെ ആദ്യത്തെ ടൈറ്റിൽ ക്യാരക്ടർ, 7 കള്ളന്മാരിൽ നീരജ് മാധവ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ. നീരജ് മാധവന് മലയാള സിനിമ നൽകിയ ഒരു മധുര നാരങ്ങ എന്താണ്? നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളോട് ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴും സാധിക്കുന്ന കാര്യങ്ങളല്ല. അത് എനിക്ക് തുടക്കം മുതൽ ഞാൻ ചെയ്ത എല്ലാ വേഷങ്ങളോടും ആൾക്കാർക്ക് ഒരു ഓമനത്തോ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. എപ്പോഴും ആ ഒരു ഇഷ്ടം എന്നെ കാണുമ്പോൾ ആൾക്കാർ കാണിക്കാറുണ്ട്. സിനിമ തന്ന ഒരു കൈപ്പുള്ള നാരങ്ങ എന്താണ്? നമ്മളുടെ കഥാപാത്രങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കഥാപാത്രം, ചോയ്സ് ഓഫ് ഫ്രീഡം ഇതുവരെയും ഒരു പക്ഷേ വ്യത്യസ്തമായ വേഷങ്ങളിലേക്ക് എത്താതിരിക്കുക എന്ന് പറയും. മധുര നാരങ്ങയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ബിജു മേനോൻ. മധുര നാരങ്ങയിൽ ഇഷ്ടപ്പെടാതെ പോയത്? ദുബായിലെ ചൂട്. കുഞ്ചാക്കോ, ബിജു മേനോൻ, പാർവതി രതീഷ്. രുചിച്ചു നോക്കിയപ്പോൾ ഏറ്റവും മധുരം ഫീൽ ചെയ്ത ആർക്ക്? കുഞ്ചാക്കോ. മധുര നാരങ്ങയിൽ നീരജ് AM-ന് പകരം PM സെറ്റ് ചെയ്യുന്നു, രാവിലെ എഴുന്നേൽക്കാൻ വൈകുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്നു. ശരിക്കും റിയൽ ലൈഫിലും ഇതുപോലെ AM-ന് പകരം PM സെറ്റ് ചെയ്ത് പെട്ടിട്ടുണ്ടോ? ഉണ്ട്, അങ്ങനത്തെ പണികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അലാം എത്ര അടിച്ചാലും എഴുന്നേൽക്കാൻ താല്പര്യമില്ലാത്തൊരു ഉറക്കപ്രാന്തനാണോ നീരജ്? അലാം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ സ്നൂസിലിട്ടിട്ട് ഉറങ്ങാനുള്ള ഒരു പ്രവണതയുള്ള ഒരാളാണ് ഞാൻ. ചില സമയത്ത് അടിക്കാതെ വരികയും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡീപ് സ്ലീപ്പിൽ അറിയില്ല. അപ്പൊ അങ്ങനെ 1-2 തവണയൊക്കെ ലേറ്റ് ആയി പണി കിട്ടി. മധുര നാരങ്ങ മുഴുവനും ഷാർജ, അബുദാബി, ദുബായ് അവിടേക്കാണ് ഷൂട്ട് ചെയ്തത്. ചില UAE ചോദ്യങ്ങൾ. UAE-ലെ ട്രാഫിക് വീക്കെൻഡ്സിൽ അൺസഹിക്കബിൾ ആണ്. നമ്മുടെ നാട്ടിനേക്കാളും പ്രശ്നമാണോ? നമ്മുടെ നാട്ടിന് വണ്ടി അനങ്ങില്ല. UAE-ൽ ഭയങ്കര സുഖമാണ്. 6 വരി റോഡുകൾ, 8 വരി റോഡുകൾ, ഇഷ്ടമുള്ള ട്രാക്കിൽ കയറാം, ഇഷ്ടമുള്ള ട്രാക്കിൽ സ്പീഡിൽ കയറാം. അതൊക്കെ വെറും നുണകളാണോ? നുണകളല്ല, പക്ഷെ നമ്മുടെ ഇവിടത്തെക്കാൾ വണ്ടികളുണ്ട് അവിടെ. പിന്നെ വീക്കെൻഡിലുള്ള ഒരു ട്രാഫിക് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് എല്ലാവരും ക്ലബിങ്, മറ്റേത് മറിച്ചത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. എവ്രിബഡി ഇൻ ദ സിറ്റി. UAE-ലെ ആളുകൾ വളരെ സ്നേഹമുള്ളവരാണ്, വളരെ ആതിഥേയപ്രിയരാണ്. UAE-ലെ പെണ്ണുങ്ങൾ വളരെ സുന്ദരികളാണ്. UAE-ലെ നിയമം മധുരനാരങ്ങയിലെ പോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്. നമ്മുടെ നാട്ടിലെ നിയമവും അവിടുത്തെ നിയമവും താങ്കൾക്ക് ചിരിയാണ് ഉണ്ടാക്കിയത് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ? അതെ, ഡെഫിനറ്റ്ലി. അവിടെ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളിവിടെ സിസ്റ്റം ഉണ്ട്, പക്ഷെ അത് ഫോളോ ചെയ്യുന്നവർ വളരെ ചുരുക്കമാണെന്നോ. UAE-ലെ വെള്ളത്തിന്റെ വില, ബോട്ടിൽഡ് വാട്ടേഴ്സ് മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അത്യാവശ്യം റീസണബിൾ ആണ്. പെട്രോളിന്റെ വില വെള്ളത്തിനേക്കാൾ കുറവാണ്. ഓക്കെ, അവിടുത്തെ ഫുഡിന്റെ സേഫ്റ്റി ഇസ് ഗ്യാരണ്ടീഡ്. കാരണം ക്വാളിറ്റി പ്രൊഡക്ട്സേ ഉള്ളൂ. EM കലർത്തിയ നൂഡിൽസ് വിറ്റ പ്രശ്നമാണ്. UAE-ലെ ഭരണാധികാരികൾ എല്ലാം വൃത്തിയിൽ ചെയ്യുന്നുണ്ടെന്നു. കാരണം അവർ ഒന്നുമില്ലാത്തൊരു മരുഭൂമിയിൽ ഇത്രയും വലിയ സിറ്റികൾ പടുത്തുയർത്തിയല്ലോ. അവിടുത്തെ ഭരണാധികാരികൾ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾ നമ്മളുടെ കമ്പാരിസൺ ഒറ്റ വാക്കിൽ പറയും. കഷ്ടം, ഭയാനകം, സുന്ദരം. പറഞ്ഞോളൂ, ഏതിലൊന്ന് പറയൂ. True or false? True or false? ഇത് ക്ലബ് FM സ്റ്റാർ ജാമിനി ട്രൂ ഓർ ഫോൾസ്. എന്റെ കൂടെ നീരജ് മാധവ്. സർ റെഡി? യെസ്, റെഡി. ഡാൻസ് എന്റെ പാഷൻ ആണ്. കാതലൻ സിനിമ എന്നെ ഡാൻസർ ആക്കി. ട്രൂ, സത്യമാണ്. എനിക്ക് ആരംഭശൂരത്വം കൂടുതൽ. അതെന്താണ്? പിന്നീട് താങ്കളുടെ കാര്യം തുടങ്ങി വെച്ചിട്ട് പിന്നെ ഒന്നും കംപ്ലീറ്റ് ചെയ്യാറില്ലേ? കംപ്ലീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷേ തുടങ്ങിയ അത്രയും ആവേശം എനിക്ക് ഐ നീഡ് എ ലിറ്റിൽ പുഷ് ഫ്രം സംബഡി ടു കീപ് ഗോയിങ്. ആരാണ് താങ്കൾക്ക് ആ ലിറ്റിൽ പുഷ് തരുന്നത്? ഫാമിലിയാണോ, ഫ്രണ്ട്സ് ആണോ, കാമുകിയാണോ? ഫാമിലി. എനിക്ക് കുറച്ച് ജാടയുണ്ട്. ഡിഫൈൻ ജാട. കോൾ എടുക്കാതിരിക്കുക, വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വരാം, എനിക്കിപ്പോൾ ടൈമില്ല. അത്തരത്തിൽ പെടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് താങ്കൾ ഡീൽ ചെയ്യാറുണ്ടോ? അതോ ആളുകളായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടാണോ, എങ്ങനെയാണ്, ക്ലോസ് ആയിട്ടാണോ? കേൾക്കട്ടെ. ഞാൻ ആൾക്കാരോട് പെരുമാറുന്ന നല്ല രീതിയിലാണ്, പക്ഷേ എനിക്ക് ഉണ്ടാവാറുള്ളത് ഞാൻ വളരെ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ചില അശ്രദ്ധയുടെ ഒരു പ്രശ്നമുണ്ട്. അത്രേ ഉള്ളൂ. ജാടയുടെ ഭാഗമല്ല. പീപ്പിൾ തിങ്ക് ഞാൻ ചിലപ്പോൾ അവരെ നോട്ടി ശ്രദ്ധിക്കാതെ പോകുന്ന പോലെ ഉള്ള തോന്നലുകൾ ഇടയ്ക്കുണ്ടായിട്ട്. ഞാനൊരു സൽക്കാരപ്രിയൻ. ഫോൾസ്. അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ ഒരു സൽക്കരിക്കുന്നതിലൊരു താല്പര്യം. ഓക്കെ, ഫൈൻ. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ട്രൂ. ഞാൻ വളരെ സെലക്റ്റീവ് ആണ്. ട്രൂ. ഫേസിൽ ഏറ്റവും ഇഷ്ടം എന്റെ മുടി. ഫോൾസ്. ഓക്കെ, എന്താണ് നീരജ് മാധവന് താങ്കളുടെ ഫേസിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? ഇതാണ് എന്നെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്നത് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയും, കേൾക്കട്ടെ. അത് ഞാൻ തന്നെ പറയുന്നത്. വെറുതെ രസത്തിന് കണ്ണാടി നോക്കിയിട്ട് എല്ലാ ദിവസവും. ഇപ്പൊ താങ്കൾ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, നമ്മളുടെ FM-ന്റെ മിററിൽ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പറയൂ, എന്താണ്? മേ ബി മൈ സ്മൈൽ. എന്റെ ഫോണിൽ മിക്കപ്പോഴും ബാലൻസ് ഉണ്ടാവാറില്ല. ഫോൾസ്. പോസ്റ്റ് പെയ്ഡ് ആണ്. മധുരനാരങ്ങയിലെ കുമാറിന്റെ ഫോണിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, വില്ലൻ വേഷം ചെയ്യാൻ ആഗ്രഹം. ട്രൂ. പണം എനിക്കൊരു പ്രശ്നമല്ല. അത് ട്രൂവിന്റെയും ഫോൾസിന്റെ ഇടയിലുള്ള ഒരു സാധനം. കുറച്ച് പ്രശ്നമാണ്. കുറച്ച് നിലനിൽപ്പിനുള്ള പൈസ
ആവശ്യമാണ്. ഓക്കെ, തൈര് സാദം ഇഷ്ട ഫുഡ്. കുറച്ച് ട്രൂ. എന്റെ മൊബൈൽ ഏറ്റവും കൂടുതലുള്ളത് പെൺകുട്ടികളുടെ നമ്പർ. ഫാൾസ്. ഞാൻ നോക്കേണ്ടി വരുമോ? അതോ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളുടെ പേരിലാണോ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അല്ല, ഞാൻ പെൺകുട്ടികളുടെ നമ്പർ സേവ് ചെയ്യാറില്ല. പക്ഷെ മെസ്സേജുകൾ ഒരുപക്ഷെ പെൺകുട്ടികളുടെ ചാറ്റുള്ള പെൺകുട്ടികളുടെ കൂടുതൽ. ശരി, നിവിൻ പോളിയേക്കാളും നല്ല നടൻ ഫഹദ്. ഭയങ്കര ട്രൂ ഓർ ഫോൾസ് ആയി പോയി. ഭയങ്കര ട്രൂ ഓർ ഫോൾസ് ആയി പോയി. അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരെണ്ണം പറയൂ ഏതെങ്കിലും. ഫോൾസ്. ഫഹദിനേക്കാൾ നല്ല നടനാണ് നിവിൻ പോളി. അങ്ങനെയല്ല, ട്രൂ പറയേണ്ടി വരും. ഞാൻ പറയുന്നത് നടൻ എന്നുള്ളത് സിനിമയിൽ സക്സസ്ഫുൾ ആകുന്നത് നമ്മളുടെ ഒരു അഭിനയം കൊണ്ട് മാത്രമല്ലല്ലോ. അങ്ങനെ ഒരു ക്വാളിറ്റി വെച്ച് നോക്കിയാൽ ചോയ്സ് ഓഫ് പ്രോജക്ട്സും പല കാര്യങ്ങളും വരും. അപ്പൊ നിവിൻ ഇസ് എ സക്സസ്ഫുൾ ആക്ടർ. പിന്നെ സ്കിൽസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഫഹദ് ഇസ് കുറേ കൂടെ മുന്നേ. വിജയത്തിന്റെ കാര്യത്തിൽ നിവിനും സ്കിൽസിന്റെ കാര്യത്തിൽ ഫഹദുമാണ്. അങ്ങനെ താങ്കൾ പറയുന്നത്. എനിക്ക് ജനീലിയ ഡിസൂസിയെ കല്യാണം കഴിക്കണം ആയിരുന്നു. അവരെ കല്യാണം കഴിച്ച് 2-3 കുട്ടികളുടെ അമ്മയൊക്കെ ആയപ്പോ ഞാൻ നിർത്തി. അതെ. ഓക്കെ, ഇനിയിപ്പോ ആരെ കല്യാണം കഴിക്കണം പറയൂ. അപ്പം കുട്ടിയുടെ പേര് ശ്രദ്ധ കപൂർ. ബെറ്റുണ്ടോ? ഇനി ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമിൽ ബെറ്റിന്റെ ടൈം. ഞാൻ നീരജ് മാധവ് രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയ ബെറ്റ്. അതിനു മുൻപ് 3 ചോദ്യങ്ങൾ ഡാൻസുമായി ബന്ധപ്പെട്ട്. എന്താണ് ഏകമുദ്ര? ഏകമുദ്ര എന്ന് പറയപ്പെടുന്നത് ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ മാത്രം നമ്മൾ കണ്ടുവരുന്ന മുദ്രകളാണ്. അങ്ങനെ ചില മുദ്രകളുണ്ട്. എന്താണ് ഡാൻസ് മാസ്റ്റർ വിക്രം മിസ്റ്റർ സലിംകുമാർ പറഞ്ഞ ധിമുദ്ര? ധിമുദ്ര ദിങ്ങനെയാണ്. ആരും ഒന്നും കാണരുത്, ഫുൾ ഫോഗ് ഇടണം. അതെ, ഫോഗ് ഇടണം. കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽപ്പെടുന്ന ഒരു കൺഫ്യൂഷൻ വന്നിട്ട് ഫുൾ ഫോഗ് ഇടാൻ പറയാറുണ്ടോ? ഫുൾ ഫോഗ് ഇടാൻ ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ മിസ്റ്റർ രാജു വർഗീസിനെ കൊണ്ട് നൃത്ത ചുവടുകൾ വെപ്പിക്കുക എന്നുള്ളായിരുന്നു ഏറ്റവും ശ്രമകരമായ ഒരു പ്രവൃത്തി. അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും മടിയനായിട്ടുള്ള ഡാൻസറാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. യെസ്, താങ്കൾ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികൾ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക? സ്ഥിരമായി പഠിക്കുന്ന ആൺകുട്ടികൾക്ക് ഒരു സ്ത്രൈണത വരുന്നു. എന്താണ് അങ്ങനെ? അതൊരു തെറ്റിദ്ധാരണയാണ്. ചിലപ്പോൾ ജനറ്റിക്കലി അത്തരം സ്ത്രൈണ ഫീച്ചേഴ്സ് ഉള്ളവർ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ വിചാരിക്കുന്നു അവർ അങ്ങനെ ആയി പോകുന്നതാണ്. അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം ധനഞ്ജയൻ മാസ്റ്റർ ഒക്കെ എന്തൊരു പൗരുഷമുള്ള ആളാണ്. ഹി ഈസ് വൺ ഓഫ് ദി പൈനിയേഴ്സ് ഇൻ ക്ലാസിക്കൽ ഡാൻസ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ബെറ്റിലേക്ക് ചാടി കിടക്കാം. ഞാൻ താങ്കൾക്ക് നല്ലൊരു പാട്ടിന്റെ കഷ്ണം കേൾപ്പിച്ചു തരാം. ഇത് കേട്ടിട്ട് നീരജ് ഏത് പാട്ടാണ് തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ തോൽക്കുന്നു ബെറ്റിൽ. തിരിച്ചറിയുന്നില്ലെങ്കിൽ നീരജ് തോൽക്കുന്നു. ഞാൻ പറയുന്നത് വോക്കലി സ്പോട്ടിൽ ചെയ്യണം. ഓക്കെ, റൈറ്റ്. സിതാരിലെ സുനാദ തന്ത്രിതൻ സ്വരങ്ങളായി തലോടെയാണ് നീ സ്വരങ്ങളിൽ അതൊക്കെ എനിക്ക് ഇഷ്ടമായി. സൂപ്പർ സൂപ്പർ. ഇപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പറയാം, പരാജയപ്പെട്ടെങ്കിൽ എന്നാൽ സുബ്ബു ഞാൻ തോറ്റു എന്ന് പറഞ്ഞോളൂ. കാരണം നമുക്ക് നാളെ 5 മണിക്കാണ് വീണ്ടും ഇത് കേൾക്കുന്നത്. വരെ നമുക്ക് ഇരിക്കാൻ. ഓക്കെ, എന്നാ തോറ്റു. ഇത് കിട്ടേണ്ടതായിരുന്നു കേട്ടോ. ഞാൻ പ്രണയ നില അതാണ് പാട്ട്. പക്ഷെ ജയിച്ചിട്ടില്ല. ചോദ്യങ്ങൾ 2 പാടിയതാര്? അയ്യോ, പൃഥ്വിരാജാണോ? അയ്യോ, അപ്പൊ തോറ്റു. ഒന്നുമില്ല, അത് ഷാൻ റഹ്മാനാണ്. അതുകൊണ്ട് നമ്മൾ ഈ പാട്ട് ഇട്ടത്. ആദ്യമായി താങ്കൾ കൊറിയോഗ്രാഫി ചെയ്ത പാട്ടിന്റെ അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് സെലക്ട് ചെയ്തത്. സുബു, അപ്പം ഞാൻ ബെറ്റ് തോറ്റിരിക്കുന്നു എന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്. സത്യമാണ്. കാരണം ഷാൻ റഹ്മാനെ താങ്കൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ്. ഷാൻ ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ വിളിക്കും 2 മിനിറ്റിൽ താങ്കൾ തിരിച്ചു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പല വോയിസ് മോഡുലേഷനിൽ പാടും. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള അങ്ങനെ തിരിച്ചറിയാതെ പോയൊരു കാര്യമാണ്. ഞാൻ താങ്കളെ കുറിച്ച് പഠിച്ച സമയത്ത് തന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, താങ്കൾ അസാധ്യനായൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നുള്ളതാണ്. എനിക്കിപ്പോ കേൾക്കേണ്ടത് എന്താ വെച്ചാൽ താങ്കളുടെ മാസ്റ്റർ പീസ് ഐറ്റമായിട്ടുള്ള വിനീത് ശ്രീനിവാസന്റെ ശബ്ദം. ഞാൻ അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ? പുതിയ ഐറ്റം എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? മെസ്സി, ഒബാമ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സുരേഷ് ഏട്ടന്റെ ഇടയ്ക്ക് പറയാറുണ്ട്. സുരേഷ് ഏട്ടന്റെ ഇപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ, പുതിയ സാധനം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു വെടിക്ക് 2 പക്ഷികൾ. 2 പോണോ? എന്നാൽ ആദ്യം സുരേഷ് ഗോപെ. സുരേഷ് ഏട്ടനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് അപ്പോത്തിക്കിരി എന്ന് പറയുന്ന സിനിമ. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞപ്പോ നീരജിന്റെ വീട് എവിടെയാ? ഇപ്പൊ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ്. ഇപ്പൊ പഴയ പോലെ. ഞാൻ പറഞ്ഞു കോഴിക്കോട്. നീരജ് എത്ര സിനിമ ചെയ്തു? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അധികം ഇല്ല, 2-3. എന്തായാലും അത്യാവശ്യം തഴക്കം വന്ന ഒരാളുടെ ഈസ് തനിക്കുണ്ട്. ഇനി വിനീത് ശ്രീനിവാസൻ, താങ്കളുടെ ഒരു മറ്റൊരു റോൾ മോഡൽ. വിനീതേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത്, നീരജ് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യണം നീരജ്. അപ്പോൾ നീരജ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്, നീരജ് സിനിമയിൽ ഡാൻസ് കൊണ്ടുവരാൻ നോക്കണം നീരജ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ എന്തായാലും അടുത്ത സിനിമയൊക്കെ ചെയ്യുമ്പോൾ നീരജിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ പിന്നെ അപ്പം നീ എന്താ പറയുക, നീ ചെയ്ത കൊറിയോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമായി നീരജ്. സലാം 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 ബാബു. ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമൽ AK-47. ഇത് മധുരമുള്ള ഒരു AK-47 ആണ്. മധുര നാരങ്ങയിലെ കുമാറാണ് എൻ്റെ കൂടെ. അത് നീരജ് മാധവ്. ബോസ് റെഡി? യെസ്, റെഡി. ദൃശ്യം, പാപനാശം, ഏറ്റവും മികച്ചതേത്? ദൃശ്യം. പാപനാശം കണ്ടിരുന്നോ? കണ്ടിട്ടില്ല, പക്ഷേ ഓൾവേസ് ഒറിജിനൽ ആണ്. ഞാൻ റീമേക്കുകൾ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. മഞ്ജിമ മോഹൻ, പാർവതി രതീഷ്, താങ്കളെ ഞെട്ടിച്ചതാര്? സത്യം അറിയോ? ഒറ്റാള്. മഞ്ജിമ മോഹൻ. പാർവതി രതീഷ് ഞെട്ടിച്ചില്ലേ? ഓക്കെ, എന്നാ പാർവതി രതീഷ്.
ഓക്കെ, അത് കൊള്ളാം. ഇപ്പൊ താങ്കൾ ഇന്ത്യൻ പ്രണയകഥയിലെ രാഷ്ട്രീയക്കാരനായി, ചെറിയ നൈസ് കൊറിയോഗ്രാഫർ, ആക്ടർ, വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ആക്ടർ. ഉർവശി മുക്കാല ഇപ്പോൾ ഏത് പ്ലേ ചെയ്താൽ ഡാൻസ് കളിക്കും ഒറ്റയടിക്ക്? ഉർവശി. ജീൻസ് ചുരിദാർ പെൺകുട്ടികൾ കൂടുതൽ സെക്സി ആവുന്നത് ഏത് വേഷത്തിൽ? ജീൻസ്. അങ്ങനെ ഏറ്റവും സെക്സി ആയി തോന്നിയ നടിയാരാണ് മലയാള സിനിമയിൽ? ജീൻസ് ഇട്ടിട്ട് Yes. തോന്നിയത്. അത്യാവശ്യം ആകാര ഭംഗിയുള്ള എല്ലാവരും വളരെ സൗന്ദര്യമുള്ളവരായിട്ട് തോന്നിയിട്ടുണ്ട്. മോഹൻലാൽ, പൃഥ്വിരാജ് അഭിനയത്തിൽ കൂടുതൽ താങ്കളെ സഹായിച്ചത്? മോഹൻലാൽ. കൊക്കൈൻ, കഞ്ചാവ് രുചിച്ചിട്ടുള്ളത് ഏത്? രണ്ടും ചോദിച്ചിട്ടില്ല. ന്യൂജൻ താരങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും ലഹരിക്ക് പിന്നാലെ ഓടുന്നു ചാടുന്നു എന്നൊക്കെയാണ് പാണന്മാരും പാപ്പരാസികളും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നീരജ് അത്തരത്തിൽപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, മദ്യമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. കോളേജ് കാലഘട്ടങ്ങളിൽ സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. സിഗരറ്റ് ഇപ്പോൾ വലിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവൃത്തികളിൽ നമ്മൾ എന്തിനാ വെറുതെ നമുക്ക്. നിവിൻ അജു നന്നായി ഡാൻസ് കളിക്കുന്ന ആര്? നിവിൻ. ഹിമാലയ പർവ്വതം എടുക്കുന്ന കഷ്ടപ്പാടുണ്ടായിരുന്നു അജു വർഗീസിനെ ഡാൻസ് കളിപ്പിക്കാൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമായിരുന്നു അല്ലേ? ചെറിയ രീതിയിൽ. ആൺകുട്ടികളുടെ വിവാഹ പ്രായം 18-21 ഏതാണ് നല്ലത്? 21 തന്നെ ഓവറാണ്. 28 ആക്കണമെന്നാണ് എന്റെ അഭിപ്രായം. 28 കല്യാണം കഴിക്കാൻ പാടുള്ളൂ. 28 മതി. അതിന്റെ ആവശ്യമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നടന്നോളും. നമ്മള് ക്രിയേറ്റീവ് ആയിട്ടുള്ള സമയം അതിനു വേണ്ടി ഉപയോഗിക്കട്ടെ, എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിക്കും. മധുര നാരങ്ങ ഒറ്റ വാക്കിൽ എന്ത് പറയും? മധുരവും കയ്പും തരുന്ന നാരങ്ങ, പക്ഷെ ഇറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷം. KL10 ഫുട്ബോൾ എന്താണ് ഒറ്റ വാക്കിൽ? മലബാർ വിത്ത് ഇറ്റ്സ് ഒത്തന്റിക് ഫ്ലേവേഴ്സ്. ക്രിക്കറ്റ് 1983. നൊസ്റ്റാൾജിയ. ടമാർ പടാർ മീനിങ്? ഗൺഷോട്ട് ഓർ ഗൺഷോട്ട്. സരിത നായർ. ആരാണത്? എന്ത് പറ്റി താങ്കൾ ടമാർ പടാർന്ന് സരിത നായരെ വിളിക്കുന്നു? സരിത നായർ പ്രശ്നമുണ്ടാക്കുന്നു, എന്തൊക്കെയാണ് സംഭവിച്ചത്? ഏഷ്യാനെറ്റിൽ അവരെഴുതി തന്ന സ്ക്രിപ്റ്റിൽ ഞാനൊരു സ്കിറ്റ് ചെയ്തു. അതിൽ അവരുടെ പേര് പരാമർശിച്ചിരുന്നു. എനിക്ക് ഐ ഹാവ് നോ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഇറ്റ്. പെൺകുട്ടികൾക്ക് മൊബൈൽ കൊടുക്കേണ്ട പ്രായം? ഞാൻ പറയും 10 വയസ്സ്. കാരണം പുറത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ അനിവാര്യമാണ്. നോട്ട് ജസ്റ്റ് അബൌട്ട് അതിന്റെ ദൂഷ്യവശങ്ങളല്ല, നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കോൺടാക്ട് ചെയ്യാനും നമുക്കൊരു മാർഗ്ഗം വേണം. ഇപ്പോഴാണ് ഒരു പെൺകുട്ടി ഇൻഡിപെൻഡന്റ് പുറത്ത് ഒറ്റയ്ക്ക് പോകുന്ന അന്ന് മുതൽ കൊടുക്കും. സ്ട്രീറ്റ് ഡോഗ്സ് ബിഗ് ന്യൂസൻസ്. ഓക്കെ, രഞ്ജിനി ഹരിദാസ്. ലൗഡ് ആൻഡ് ഫണി. രഞ്ജിനി ഹരിദാസ് പറയുന്നു സ്ട്രീറ്റ് ഡോഗ്സിനെ കൊല്ലാൻ പാടില്ലെന്ന്. താങ്കളുടെ ഒരു കമന്റ് എന്താ? സ്ട്രീറ്റ് ഡോഗ്സുമായിട്ട് അവർക്ക് നേരിട്ട് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവർ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എനിക്ക് ബേസിക്കലി ഞാൻ വളർന്ന സാഹചര്യത്തിലും ഇതിന് ശേഷവും പലപ്പോഴും അത്തരം ഇതുണ്ട്. അപ്പം ഐ തിങ്ക് സ്ട്രീറ്റ് ഡോഗ്സ് ഒരു ന്യൂസൻസ് തന്നെയാണ്. വൈഡ് റിലീസ് ഗുഡ് ഫോർ മണി ബാക്ക്. മലയാള സിനിമയിൽ വൈഡ് റിലീസ് വരണം. Jam Juicer. Juicer. ഇനി ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമൽ ജാം ജ്യൂസർ. നല്ല മധുര നാരങ്ങ കുറേയുണ്ട് എന്റെ കയ്യിൽ. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നീരജ് മാധവ് റെഡിയാണോ? പിന്നെ തീർച്ചയായും. എന്നെ തലണ്ടമാവാ ഞാൻ നന്നാവൂല. ജീവിതത്തിൽ താങ്കളോട് അമ്മ തോറ്റുപോയൊരു കാര്യം എന്താണ്? വാശി. എത്ര തല്ലിട്ടിനും കാര്യമൊന്നുമില്ല. ഇല്ല. എത്ര സെൽഫി എടുത്താലും കൊതി തീരാത്തത് ഏത് നടിക്കൊപ്പമാണ്? മേഗൻ ഫോക്സ്. കളി ഇവിടെ അല്ല. ഓക്കെ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും സോപ്പ് പെട്ടിയിൽ ക്യാമറ വെച്ചിട്ട് ലേഡീസ് ഹോസ്റ്റലിന്റെ ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ? സിനിമയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്കത് ഒരു വല്ലാത്തൊരു പേടി തോന്നുന്ന കാര്യമാണ് അത്. ശ്രീനാഥ് ബാസിക്ക് പകരം വന്നൊരു താരമാണെന്ന് എത്ര പേർ താങ്കളുടെ മുഖത്തേക്ക് പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ ഒരു കുറച്ച് പേരെങ്കിലും സംസാരിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. നീരജ് വന്നതിന് ശേഷം ശ്രീനാഥ് ബാസിക്ക് കുറെ ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. സത്യമാണോ അത്? ഒരിക്കലും അല്ല. ശ്രീനാഥ് ബാസി ഭയങ്കര കോമ്പറ്റേറ്റീവ് മൈൻഡിൽ സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ്. ബേസിക്കലി അദ്ദേഹം ഇഷ്ടപ്പെട്ട വേഷങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. എന്റെ നല്ലൊരു സുഹൃത്തും കൂടിയാണ്. ബെസ്റ്റ് കണ്ടക്ടർ ഡ്രൈവർ. പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് വീഴുന്നു. ഇവർക്ക് എന്താണ്? വടക്കൻ സെൽഫിയിൽ താങ്കളുടെ കയ്യിൽ ഇഷ്ടം പോലെ പെൺകുട്ടികൾ വീണു. കണ്ടക്ടർക്ക് പെൺകുട്ടികളോടുള്ള ആക്സസ് കൂടുതലാണ്, പക്ഷെ അതിനേക്കാൾ ഡ്രൈവർമാർക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ശകടം ഇത്രയും പേരെയും നമ്മളിങ്ങനെ കുണ്ടുന്നും കുഴിന്നൊക്കെ രക്ഷിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ഹീറോയിസ് അതിനകത്തുണ്ട്. നമ്മളാണ് ഇവരെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നൊരു സാധനം. അപ്പൊ അത് ആയിരിക്കാം. പക്ഷെ ഇപ്പം അതുണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും പണ്ട് നല്ലോണം ഉണ്ടായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ 2 പ്രത്യേകതകൾ ഇന്ത്യൻ പ്രണയകഥയിലെ ലോക്കൽ നേതാവ് പറയൂ. ഒരുപാട് ഓഫേഴ്സ് വാഗ്ദാനങ്ങൾ തരും. അതൊരു പ്രത്യേകത. പാലിക്കപ്പെടാത്തത് മറ്റൊരു പ്രത്യേകത. അങ്ങനെ എങ്കിലും താങ്കളുടെ മുഖത്ത് അതാണ് ഞാൻ വായിച്ചെടുത്തതാണ്. യെസ് ബോസ്. മധുര നാരങ്ങയുമായി ബന്ധപ്പെട്ട 6 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, വിദേശ വനിതയെ കാറിൽ കയറ്റി മരുഭൂമിയും ഒട്ടകവും കാണിച്ചാൽ എങ്ങനെയാണ് അവിടുത്തെ ഒരു ഡ്രൈവറുടെ കീശയിൽ നിന്നും കാശ് പോകുന്നത്? അതായത് ഒട്ടകപ്പാലിന് ഭയങ്കര വിലയാണ്. അതേപോലെ മരുഭൂമി ഒരുപാട് ദൂരമുണ്ട്, അപ്പൊ പെട്രോൾ തീരും. താങ്കളുടെ സംശയം ഇത് തന്നെയായിരുന്നു? ഉറപ്പാണല്ലേ? പിന്നെ അവിടെ രാത്രി ചില ക്യാബറ നൃത്തമൊക്കെ നടക്കും. അത് കാണാനും ഒരുപാട് കാശ് കൊടുക്കും. അതാണ് ഡ്രൈവർ കയ്യിൽ കാശ് പോകും. അങ്ങനെ ഡ്രൈവർ കയ്യിൽ കാശ്. ശരി. പൈനാപ്പിൾ, പപ്പായ ഇവ രണ്ടും കൂട്ടിക്കൊടുത്താൽ എന്താണ് ഡിലീറ്റ് ആവുക? അതായത് വയറ്റില് നമുക്ക് കൊക്കപ്പുഴുവിന്റെ അസുഖമുള്ളത് അതുകൊണ്ട് മാറുന്നതായിരിക്കും. കുഞ്ചാക്കോ ബോബൻ ആദ്യമായി താമരയെ നിങ്ങളുടെ വില്ലയിലേക്ക് കൊണ്ടുവരുമ്പോൾ താങ്കൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അയ്യോ ഞാനില്ലാട്ടോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എന്താണ് കവി ഉദ്ദേശിച്ചത്? കവി ഉദ്ദേശിച്ചത് പുറത്ത് ഒരു പെൺകുട്ടി അവിടെ താമസിക്കുന്നത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതായിരുന്നു അല്ലേ? അപ്പൊ ഈ പറഞ്ഞതൊക്കെ സത്യസന്ധമായ ഉത്തരങ്ങളാണ് എനിക്ക് മനസ്സിലാവുന്നത്. കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ മധുരനാരായണൻ കണ്ട് ആളുകൾക്ക് താങ്കൾ ഈ പറഞ്ഞെല്ലാം സത്യസന്ധമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അലാം എപ്പോഴെങ്കിലും ചവിട്ടി താങ്കൾ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ ലൈഫിൽ? അലാം ചവിട്ടി എഴുന്നേൽപ്പിച്ചിട്ടില്ല, പക്ഷെ അലാം ഉപദ്രവിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ കല്യാണം, കുഞ്ചാക്കോ ബോബന്റെ കല്യാണം നിങ്ങൾ നടത്തുന്ന പോലെ റിയൽ ലൈഫിൽ ഇതുപോലത്തെ ഒരു ഉഡായിപ്പ് കല്യാണം ആരെങ്കിലും നടത്തി കൊടുത്തിട്ടുണ്ടോ? നടത്തി കൊടുത്തിട്ടില്ല, പക്ഷെ എന്റെ എപ്പോൾ ഉണ്ടായിരുന്ന ഒരുത്തൻ ഇങ്ങനെ ചാടി പോകുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നീരജിന്റെ കല്യാണം ഇതുപോലൊരു ഉഡായിപ്പ് കല്യാണമായിരിക്കും? ആയിരിക്കില്ല. പ്രണയിക്കുന്ന പെൺകുട്ടി വളരെ സുന്ദരിയാണോ? ആയിരിക്കും. ബുദ്ധിപൂർവ്വമുള്ള കരുതിക്കോ. ഇങ്ങോട്ടെടുത്ത് വെച്ചു അല്ലേ?
Star rating. Star rating. ഇനി ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമിൽ സ്റ്റാർ റേറ്റിംഗിന്റെ ടൈമാണ്. നീരജ്, യെസ്, ഞാൻ പേപ്പറും പെന്നും തരുന്നു. ശക്തരായ കുറച്ച് ആളുകളെ തരുന്നു. ശക്തമായ ചില അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കണം. ആദ്യം ഞാൻ തരുന്നത് താങ്കളുടെ ആദ്യ മൂവി ബഡ്ഡി, അനൂപ് മേനോൻ. അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റൈറ്റിംഗ് ആണ്. സ്പോട്ടിൽ ഡയലോഗുകൾ ഇംപ്രൂവൈസ് ചെയ്യാനുള്ള കഴിവ്. സോ ഐ തിങ്ക് 7.5. ഫഹദ് എത്ര മാർക്ക് കൊടുക്കുന്നു ഫഹദിന്? ഒരു ക്യാരക്ടറിന് വേണ്ടി മെത്തേഡ് ആക്ടിംഗ് പോലെ ഒരു ആ ക്യാരക്ടർ ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. സോ ഫോർ ദാറ്റ് 8 out of 10. പൃഥ്വിരാജ് ടോട്ടാലിറ്റിയിൽ തന്നെ ഹീസ് എ സ്റ്റാർ. അപ്പം ഐ തിങ്ക് ഐ വിൽ ഗിവ് ഹിം 9. ഫഹദിനേക്കാൾ ഒരു മാർക്ക് കൂടുതലുണ്ട് പൃഥ്വിരാജിന്. ശരി, നിവിൻ പോളി. നിവിൻ പോളി is one of the most successful actors in the industry for his brains for choosing the movie. അപ്പം I think I'll give him 8. കുഞ്ചാക്കോ ബോബൻ, താങ്കളുടെ പുതിയ ഹിറ്റിലെ നായകൻ. ചാക്കോച്ചൻ ഓപ്പൺ ടു എനിത്തിങ് ആണ്. ഇവരിലേക്കാളൊക്കെ സീനിയറാണ് ആക്ച്വലി ചാക്കോച്ചൻ. പക്ഷേ ചാക്കോച്ചൻ എനിക്ക് സിനിമയിൽ തന്ന സ്പേസ്, എന്നെ പോലെ പുതിയൊരാൾക്ക് തന്ന സ്പേസ് വളരെ വലുതായിരുന്നു. ഇപ്പോഴും എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം പുള്ളിക്കുണ്ട്. അപ്പം ഐ തിങ്ക് I'll give him 8. ബിജു മേനോൻ. ബിജു മേനോൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. ഇംപ്രവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളെ കംഫർട്ടബിൾ ആക്കുന്ന എനിക്ക് രണ്ടാമത് തോന്നിയിട്ടുള്ള നടൻ ആഫ്റ്റർ മോഹൻലാൽ ബിജേട്ടനാണ്. അപ്പം ഐ ഗിവ് ഹിം 8.5 കയറി. ഉണ്ണി മുകുന്ദൻ, KL10, താങ്കളോടൊപ്പം മറ്റൊരു ഹിറ്റിലെ നായകൻ. ഉണ്ണി മുകുന്ദൻ ഗുഡ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഹീസ് എ ഭയങ്കര ഹാർഡ് വർക്ക്. സോ ഐ ഗിവ് ഹിം 7.5. യെസ്, അടുത്തത് നീരജ് മാധവ്. സ്റ്റാർട്ടിംഗ് റേറ്റിംഗ് ഒരു 7 മതി, കുറച്ച് കയറട്ടെ. നീരജ്, യെസ്, ഇനി താങ്കളുടെ കഥാപാത്രങ്ങളുടെ നമ്മളൊരു വലിയ ഓട്ടം. ഏറ്റവും ആദ്യം താങ്കൾ എന്റെ മനസ്സിലേക്ക് കയറിയത് ദൃശ്യത്തിലെ മോനിച്ചൻ. എന്ത് ഫീൽ ചെയ്തു ഒറ്റ വാക്കിൽ? ലാലേട്ടന്റെ കൂടെ അനായാസമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, ഭാഗ്യം. സപ്തമശ്രീയിലെ നാരായണൻകുട്ടി ജനകീയനാക്കി എന്നെ, നിഷ്കളങ്കൻ എന്നുള്ള ഒരു ഇമേജ് എനിക്ക് തന്നൊരു കഥാപാത്രം. 1983 പ്രഹ്ലാദൻ. 3 ഏജ് പ്ലേ ചെയ്തിരുന്നു, 15 മുതൽ ഒരു 35 വരെ. എനിക്ക് 35 വയസ്സ് തോന്നുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ടായോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. വടക്കൻ സെൽഫിയിലെ തങ്കമ്മ. ഒരു വിധേയത്വം ലൈനൊക്കെ വിട്ടിട്ട് മീശ പിരിച്ചിട്ട് ഒരു വളരെ ഹാപ്പി ആൻഡ് ജോവിയലായിട്ടുള്ള ഒരു ബസ് ഡ്രൈവർ. KL10 മൂവിയിലെ അഫ്താബ് അപ്പു. മലപ്പുറം ഭാഷ പിടിച്ചിട്ട് ഭക്ഷണത്തോട് പ്രിയമുള്ള, അതിനകത്ത് ഭക്ഷണത്തോടുള്ള പ്രിയം എന്ന് പറയുന്നത് എൻ്റെ ജെനുവിൻ ഭാഗമായതുകൊണ്ട് എനിക്ക് സന്തോഷിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു. മധുരനാരങ്ങയിലെ കുമാർ. എൻ്റെ ഒരു ഇമോഷണൽ സൈഡ് അല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്പേസ് തന്നതും അങ്ങനെ റിവ്യൂസ് എനിക്ക് കിട്ടി തുടങ്ങിയ ഒരു ക്യാരക്ടർ. ഏത് നടിയാണ് താങ്കൾക്ക് നായികയായിട്ട് കിട്ടണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത്? മദ്രാസിലുള്ള നായികയില്ലേ, തമിഴ് മൂവി മദ്രാസ്. മദ്രാസിലെ നായികയാണ് വേണ്ടത്. അതെ അതെ. ആ സിനിമ കണ്ടപ്പോൾ നമ്മൾ പകരം അങ്ങ് കയറി, കാർത്തിക് പകരം. പിന്നല്ല. ശരി, മലയാള സിനിമയിലെ സൂപ്പർ താര പദവികൾ നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. എന്ത് ഫീൽ ചെയ്യുന്നു? നല്ലൊരു പ്രവണതയായിട്ട് ഫീൽ ചെയ്യും. മമ്മൂട്ടിയും മോഹൻലാലും വീട്ടിലിരിക്കണമെന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. യെസ്, നീരജ്, അബദാൽ നമ്മളുടെ സ്റ്റാർ ജാം തീരാണ്. 3 മണിക്കൂർ നമ്മൾ ഒരുമിച്ചായിരുന്നു. എന്താണ് താങ്കളുടെ ഒരു ഫീൽ സ്റ്റാർ ജാമിനെ കുറിച്ച്? സ്റ്റാർ ജാമിനെ കുറിച്ച് എത്രത്തോളം സ്പോണ്ടേനിയസ് ആണ് അത്രത്തോളം നമ്മൾ ജെനുവിൻ ആവും ഇന്റർവ്യൂ. സോ ദിസ് വാസ് എ വെരി സ്പോണ്ടേനിയസ് ഇന്റർവ്യൂ. ചില അഗ്നി പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ടു. പിന്നല്ല, സംഗതി അടിപൊളിയായി. ടൺ കണക്കിന് ഫൺ. മൈക്കിൾ ജാക്സന്റെ മൂൺ വാക്ക് പോലെ പറഞ്ഞ് കേൾക്കട്ടെ. അതെനിക്ക് പറയാറില്ല. എന്നാലും മൈക്കിൾ ജാക്സൺ ടൺ കണക്കിന് ഫൺ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? This is Club FM. It's ton കണക്കിന് fun.